നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ റമദാൻ കഴിയുമ്പോഴേക്ക് എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനായി നമ്മൾ മാറണം. അതിനുവേണ്ട കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയ അല്ലാമത്തുൽ അൽബാനി ഹസന്റെ ദർജയിൽ പറഞ്ഞ ഒരു അർത്ഥം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇബ്നു അബ്ബാസ്, ഇന്നി ഖതബ്തു ഇംറഅ, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചു. ഫഅബത് അൻ തൻകിഹനി, പക്ഷേ ആ പെണ്ണ് എന്നെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചു. ഞാനൊരു സ്ത്രീയെ വിവാഹം ആലോചിച്ചിട്ട് ആ പെണ്ണ് എന്നെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചു. ഫഖതബഹാ ഗൈരി, ഞാനല്ലാത്ത വേറെ ഒരു പുരുഷൻ ഈ പെണ്ണിനെ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ അഹബ്ബത് അൻ തൻകിഹ, അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ഈ പെണ്ണിന് ഇഷ്ടവുമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഫഖിറത്തു, അപ്പൊ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഈ പെണ്ണിനോട്. ഫഖതൽതുഹ, ഞാൻ ആ പെണ്ണിനെ കൊന്നു. വിവാഹത്തിന് സമ്മതം ചോദിച്ചിട്ട് സമ്മതിക്കാതിരുന്ന് ഞാനല്ലാത്ത മറ്റൊരുവൻ വന്നപ്പോൾ അവന് സമ്മതം കൊടുത്തത് എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ ആ പെണ്ണിനെ കൊന്നു. എനിക്ക് അറിയേണ്ടതാണ് ഫഹൽ മിൻ തൗബ, ഫഹൽ ലി മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടാവുമോ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്നതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഫഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് മറുപടി പറയുന്ന പ്രകാരമാണ്: അഹയ്യത്തുൻ വാലിദത്തുൻ, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുക്കാണ്: നീ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക, നിനക്ക് കഴിയുന്ന രൂപത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇത് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് ഈ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ ഒരാൾ ചോദിക്കുകയാണ്: അല്ല ഇബ്നു അബ്ബാസ്, താങ്കൾ എന്തിനാണ് ഉമ്മ ജീവിച്ചിരിക്കണമെന്ന് ചോദിച്ചത്? അതെന്തിനാണ് ചോദിച്ചത്? അപ്പൊ ഇബ്നു അബ്ബാസ് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്: ഇന്നി ലാ അഅലമു അമലൻ അതഖറബ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല മിൻ ബിദ്ദിൽ വാലിദ, മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മറ്റൊരു അമൽ എനിക്കറിയില്ല. മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു അമൽ വേറെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. മാതാവുണ്ടോ? മാതാവുണ്ടെങ്കിൽ ആ മാതാവിനെ സംരക്ഷിച്ച് സ്നേഹിച്ച് ആ മാതാവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഈ പാപം പുറത്തു തരും, അല്ലാഹു ഈ തെറ്റ് പുറത്തു തരും. എന്താ തെറ്റ്? ഒരാളെ കൊന്നതാണ്, നിസ്സാര കാര്യത്തിന് വേണ്ടിയായിരുന്നു. പശ്ചാത്തലിക്കണം. ഇനി ആ പാപങ്ങൾ പുറത്താൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാർഗം പറഞ്ഞെടുത്താണ് ഉമ്മയോട് ഏറ്റവും അധികം സ്നേഹം കാണിച്ച് ഉമ്മയെ സന്തോഷിപ്പിച്ച് ഉമ്മയെ ചേർത്ത് പിടിക്കുക. സഹോദരന്മാരെ, സഹോദരികൾ, നമ്മുടെ സ്വർഗമാണ് ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത്. റമദാനിൽ നമസ്കാരവും നോമ്പും ഇബാദത്തുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത്, ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഉമ്മയുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ സമീപനം കൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ എൻ്റെ ഇടപാട് കൊണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഉമ്മയോട് മാപ്പ് ചോദിക്കണം, ഉമ്മയോട് മാപ്പ് പറയണം. ആ മാപ്പ് പറഞ്ഞ് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റത്തെ വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഘാതകമായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖലീഫ ഉമർ ഫാറൂഖ് കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉമയ്യത്ത് ഇബ്നു അസ്സാക്കിർ
ഉമർ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ മദീന വന്നണഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മദീനയിൽ താമസിക്കുമ്പോൾ ഉമർ ഫാറൂഖ് ജിഹാദിന് വേണ്ടി കൽപ്പിച്ചു. ഈ ഉമയ്യത്ത് ബിൻ അസാക്കിറിന്റെ മകൻ, ലോകത്ത് ഒരു വാപ്പയെയും ഉമ്മയെയും ഒരു കുട്ടി എങ്ങനെ സ്നേഹിക്കണമെന്നതിന് മാതൃകയാണ് ഉമയ്യത്ത് ബിൻ അസാക്കിറിന്റെ മകൻ കിലാബ് റളിയല്ലാഹു അൻഹു. കിലാബ് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്, ഉമർ ഫാറൂഖ് ജിഹാദിന് വേണ്ടി കൽപ്പിച്ചപ്പോ ഈ മകൻ വാപ്പാനോട് പറഞ്ഞ ജിഹാദിന് പോയിട്ട് ചോദിച്ചു. വാപ്പ സമ്മതിച്ചു, നിർബന്ധം പിടിച്ചു. വാപ്പ സമ്മതം കൊടുത്തു. ദൂര നാട്ടിലേക്ക് ജിഹാദിന് പോയി. ആ ജിഹാദിന് പോയ അന്ന് മുതൽ ഈ വാപ്പയും ഉമ്മയും കരച്ചിലാണ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ മകന് വാപ്പയോട് ഉമ്മയോട്. വാപ്പ കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് വല്ലാതെ കരഞ്ഞു. ഇയാളുടെ ശരീരം ക്ഷീണിച്ചു. അങ്ങനെ ഈ വാപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പ്രാവ് ഹറാമത്ത് അതിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗം കണ്ടപ്പോ വീണ്ടും കരഞ്ഞു. ഇവർക്ക് ഇവരുടെ കുഞ്ഞിന് ഓർമ്മ വന്നു, കിലാബിന് ഓർമ്മ വന്നു. ഈ സംഭവം ആ നാട്ടിലെ ആളുകൾ ഉമർ ഫാറൂഖിനെ അറിയിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ജിഹാദിന് പറഞ്ഞയച്ച കിലാബിന്റെ വാപ്പ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ഉമർ ഫാറൂഖ് ഈ വാപ്പയെ വിളിപ്പിച്ചു. മകൻ കിലാബിനെയും അദ്ദേഹത്തിലേക്ക് വിളിപ്പിച്ചു. വാപ്പ അറിയില്ല കിലാബിനെ ഉമർ ഫാറൂഖ് വിളിപ്പിച്ചത്. എന്നിട്ട് കിലാബിനോട് ചോദിച്ചു, എന്താണ് തമ്മിലുള്ള ബന്ധം? നിങ്ങളുടെ വാപ്പ കരച്ചിലോട് കരച്ചിലാണോ? ചരിത്രം പറയുന്നത്, കിതാബ് രേഖപ്പെടുത്തിയത്, യൂസുഫ് നബി നഷ്ടപ്പെട്ടിട്ട് യാക്കൂബ് നബി കരഞ്ഞിട്ട് യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ ചരിത്രത്തിൽ രണ്ടാമത്തെ ഒരാളാണ് കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഉമയ്യത്ത് ബിൻ അസാക്കിർ. കാഴ്ച പോയി, കരഞ്ഞിട്ട്. അപ്പൊ ഈ കിതാബ് പറഞ്ഞു കൊടുക്കണം, ഞാൻ വാപ്പയെ അത്രമാത്രം സ്നേഹിക്കും, എല്ലാ കാര്യം ഞാനും ചെയ്യും, എന്റെ കാര്യം മാറ്റിവെച്ച് വാപ്പാന്റെ കാര്യം ഞാൻ ആദ്യം പരിഗണിക്കും. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഒരു രാവിലെ ഫജ്റിന് സുബഹിക്ക് മുൻപ് എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ അകിടി കഴുകി അത് വൃത്തിയാക്കി ആ പാല് കറന്നിട്ട് വാപ്പ എഴുന്നേൽക്കുന്ന സമയം കാത്തിരുന്ന് വാപ്പ എഴുന്നേൽക്കുമ്പോൾ വാപ്പ കൊണ്ടുപോയിക്കൊണ്ടു എല്ലാ ദിവസവും. അപ്പൊ ഉമർ ഫാറൂഖ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടകം, ഈ ഒട്ടകത്തിനെ കറക്കുക. അദ്ദേഹം ആ അകിടി കഴുകി ഒട്ടകത്തെ കറന്നു, പാല് കൊണ്ടുവന്നു. ഉമർ ഫാറൂഖ് ആ പാലുമായിട്ട് ഈ പിതാവിന്റെ റൂമിലേക്ക് ചെന്നു. പിതാവ് അറിയില്ല മകൻ ഇവിടെ വന്നത്. എന്നിട്ട് പിതാവിന് കൊണ്ടുപോയി കൊടുത്തു. പിതാവ് ഈ പാല് കുടിക്കാൻ വേണ്ടി വായിലേക്ക് അടുപ്പിച്ച സമയത്ത് പിതാവ് പൊട്ടിക്കരഞ്ഞിട്ട് പിതാവ് പറഞ്ഞു, ഈ പാത്രത്തിൽ കിലാബിന്റെ സ്മെല്ല് ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, കിലാബിന്റെ മണമുണ്ടല്ലോ. അവിടെ നിന്ന് കൂടി എല്ലാവരും കരഞ്ഞു. കിലാബിനെ, ഈ മകനെ ഈ വാപ്പാടിലേക്ക് പറഞ്ഞു വെച്ചവർ കെട്ടിപ്പിടിച്ചു. കിലാബിനോട് ഉമർ ഫാറൂഖ് പറഞ്ഞു, നീ ഇനി നിന്റെ ഉമ്മയെയും വാപ്പയെയും വിട്ടുപോകാൻ പാടില്ല, നീ ജിഹാദിന് പോകണം, അവിടെ കുടിക്കുക. ഞാൻ പറയുന്നത്, വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്നതിന്റെ മഹത്വം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് പറയാം. സ്വർഗം അവിടെയാണ്. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തുപോലെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അത് മാപ്പാക്കണമെന്ന് നമ്മൾ ചോദിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ യമനിൽ നിന്ന് തന്റെ മാതാവിനെ തോളത്തേക്ക് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നത് പോലെ മാതാവിനെ തോളത്തേക്ക് ഹജ്ജിന് വന്നു. മാസങ്ങളോളം യാത്ര ചെയ്തു, മാസങ്ങളോളം ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര പോയ ഉമ്മയെ പുറത്ത് കയറ്റിയിട്ട് ഉമ്മയെ ഇങ്ങനെ നടന്ന് മാസങ്ങളോളം യാത്ര ചെയ്ത് മക്കയിലെത്തി. അവിടെ കുറെ താമസിച്ചു. ഹജ്ജ് ചെയ്യപ്പെടുന്ന ഈ ഉമ്മയെ, തവാഫ് ചെയ്യപ്പെടുന്ന ഉമ്മയെ തോളിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഇയാൾ പറഞ്ഞു, പ്രവാചകന്റെ സഹാബികൾ ഒരാളുണ്ട്, ഞാനിപ്പോ ഉമ്മാന്റെ വാഹനം, ഞാൻ ഉമ്മയുടെ വാഹനമാണ്, ഉമ്മ എന്നെ നോക്കിയിട്ട് അതിനേക്കാൾ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടാവൂലേ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയുടെ മറുപടി ഇതാണ്, ഉമ്മ പ്രസവിച്ച നേരത്തെ ഉമ്മ അനുഭവിച്ച വേദനയുണ്ടല്ലോ, ആ വേദനിക്കുന്ന സമയത്ത് ഉമ്മ വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു നെടുവീർപ്പ്, അതിന് പോലും തകരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികൾ, ഉമ്മയെ സ്നേഹിച്ച്
വാപ്പയെ സ്നേഹിച്ച് പാപങ്ങളൊക്കെ പിഴകളയാൻ പറ്റുന്ന ഒരു വലിയ നന്മയായി നമ്മൾ കണ്ട് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ പാപങ്ങളൊക്കെ പരിഹരിച്ച് പൊറുപ്പിച്ച് ഉമ്മയെ കൂടുതൽ അടുക്കുവാനും അറിയാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.